ഹായ് ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് അഥവാ ടാഗ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്കറിയാം. നമ്മൾ ക്വസ്റ്റ്യൻസ് അഥവാ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു മറുപടി ലഭിക്കുവാനായിട്ടാണ്. ഒരു ഉദാഹരണം നോക്കുക, ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ നോക്കുക. ക്ലാസ്സിലൊരു പേന ഇരിപ്പുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുക, ഈസ് ഇറ്റ് ഹരീസ് പെൻ? ഇത് ഹരിയുടെ പേനയാണോ? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉദ്ദേശം ഹരിയുടെ പേനയാണോ എന്നുള്ള മറുപടി ലഭിക്കണം. ഇതൊരു സാധാരണ ക്വസ്റ്റ്യനാണ്. മറ്റൊരു സാഹചര്യം നോക്കുക, നിങ്ങൾ കുറേ കൂട്ടുകാർ കൂടി ഇന്ന് ഒരു മൂവി കണ്ടു. അത് കഴിഞ്ഞ് ഒരാൾ ചോദിക്കുകയാണ്, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അഥവാ ഹൗ വാസ് ദ മൂവി? ഇവിടെയും ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ ടാഗ്സ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. സിനിമയുടെ ഉദാഹരണം ഒന്നുകൂടെ ഓർക്കുക. നിങ്ങൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു, നിങ്ങൾക്ക് മൂവി വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കൂട്ടുകാരനോട് അല്ലെങ്കിൽ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, നല്ല രസമുള്ള സിനിമയായിരുന്നു അല്ലേ? ഇറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് മൂവി, വാസൻറ്റ് ഇറ്റ്? ഇതൊരു ടാഗ് ക്വസ്റ്റ്യനാണ്. ചോദിക്കുന്ന ആൾക്കാർ, നമ്മളാ ചോദിക്കുമെങ്കിൽ നമുക്ക് ഏതാണ്ട് ഉറപ്പാണ് സിനിമ രസമുള്ളതായിരുന്നു എന്ന്. അത് മറ്റുള്ള ഒരാളും അതിനോട് യോജിക്കുന്നുണ്ടോ, എഗ്രി ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടൊരു ഉത്തരം കിട്ടുവാനുള്ള ചോദ്യമല്ല, മറിച്ച് നമ്മളോട് അയാൾ യോജിക്കുന്നുണ്ടോ എന്നറിയാൻ. ആദ്യത്തെ ഉദാഹരണം ഒന്നുകൂടെ നോക്കുക. ഹരിയുടെ പേനയാണെന്ന് നമുക്ക് ഏകദേശം ഉറപ്പാണെന്ന് വിചാരിക്കുക. എങ്കിലും ഒന്നുകൂടെ ഒന്ന് ഏകദേശം ഒരു 80%, 70% ഉറപ്പാണ്. ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി, ഇത് ഹരിയുടെ പേനയാണ് അല്ലേ എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഹരീസ് പെൻ, ഇസൻറ്റ് ഇറ്റ്? ഇത് ടാഗാണ്. നമുക്കറിയാം ഹരിയുടെ പേനയാണെന്ന്. അതൊന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി, കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് 3-4 സെൻറ്റൻസുകൾ ടാഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പൂർണ്ണമായിട്ടൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ ചോദിക്കുന്നത്, പിന്നെയോ ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട്, കൺഫേം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ, നമ്മൾ ആരോടാണോ ചോദിക്കുന്നത് അയാൾ നമ്മളോട് യോജിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. ഇനി എങ്ങനെയാണ് ഈ ടാഗ് ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കൂടുതലും സംഭാഷണത്തിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ 8, 9, 10 ക്ലാസ്സുകളിൽ ഉറപ്പായിട്ടും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് വീണ്ടും ഒന്നുകൂടെ നോക്കുക. ഇറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് മൂവി, വാസൻറ്റ് ഇറ്റ്? അത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ടാഗ് ക്വസ്റ്റ്യന് 2 ഭാഗമുണ്ട്. ഒന്നാമത്തേത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് മൂവി. അത് കഴിഞ്ഞ് അത് നിർത്തിയിട്ട്, അല്ലെങ്കിൽ എഴുതുമ്പോൾ കോമ ഇട്ടിട്ട് വാസൻറ്റ് ഇറ്റ് ടാഗ് ചോദിക്കുന്നു. ടാഗിൽ എന്തൊക്കെയാണുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാമത്തേത്, കോമ കഴിഞ്ഞിട്ട് ഉള്ളത് ഒരു ഓക്സിലറി വെർബ്, ഒന്നാമത്തെ സെൻറ്റൻസിൽ വാസ് ആണ്. പിന്നെയുള്ളതൊരു പ്രോനൗൺ, ഇവിടെ ഇറ്റ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഈസിൻറ്റ് ഇറ്റ്? ഈസ് ആണ് ഓക്സിലറി വെർബ്, ഇറ്റ് പ്രോനൗൺ. മൂന്നാമത്തെ സെൻറ്റൻസിൽ ദേ ആർ നോട്ട് റെഡി, ആർ ദേ? അവിടെ ആറാണ് ഓക്സിലറി വെർബ്, ദേ എന്ന പ്രോനൗൺ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ ടാഗ്സിന് ഇങ്ങനെ 2 ഭാഗമുണ്ട്. രണ്ടാമത്തെ ഭാഗമായ ടാഗിലുള്ളത് ഒരു ഓക്സിലറി വെർബും പ്രോനൗണുമാണ്. ഏത് ഓക്സിലറി വെർബാണെന്ന് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് ഓക്സിലറി വെർബാണോ ഉള്ളത് അത് തന്നെ. ഒന്നാമത്തേതിൽ വോസ് ആയിരുന്നു, ടാഗിലും അപ്പോൾ വോസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ ടാഗ്സ് അക്ഷരാർത്ഥത്തിൽ പഠിക്കുന്നതിന് മുമ്പ് ഇതിലെ ഓരോ ഘടകങ്ങളും നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കുക, ഓക്സിലറി വെർബ് എന്തെന്നറിയായിരിക്കണം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ പ്രശ്നമില്ല. അതുപോലെ പ്രോനൗൺ, ഇവയെക്കുറിച്ച് നന്നായി പഠിച്ചിട്ട്, അപ്പോൾ ഇനി പറയാൻ പോകുന്ന സത്യത്തിൽ നേരിട്ട് ക്വസ്റ്റ്യൻ ടാഗ്സിനെ കുറിച്ചല്ല, അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ച്, അടിസ്ഥാനമായിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യം നമുക്ക് പ്രോനൗൺസ് എന്താണെന്ന് നോക്കാം. പ്രോനൗൺസ് നിങ്ങൾക്കറിയാം, ഓൾറെഡി മിക്കവർക്കും എല്ലാവർക്കും അറിയാം. എങ്കിലും അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രോനൗണുകളിൽ തന്നെ പേഴ്സണൽ പ്രോനൗൺ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു നൗൺ തന്നെ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ ഭംഗികേട് ഒഴിവാക്കാനാണ് പ്രോനൗൺസ് ഉപയോഗിക്കുന്നത്. അതിലെ പേഴ്സണൽ പ്രോനൗൺസ് നോക്കുമ്പോൾ അത് 3 പേഴ്സൺസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ആരാണോ സംസാരിക്കുന്നത് അത് ഫസ്റ്റ് പേഴ്സൺ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ക്ലാസ്സിൽ ടീച്ചർ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടീച്ചറാണ് ഫസ്റ്റ് പേഴ്സൺ. നേരെ കേൾക്കുന്ന ആരോടാണോ സംസാരിക്കുന്നത്, സ്റ്റുഡൻസ് എല്ലാവരോടും ആണെങ്കിൽ സ്റ്റുഡൻസ് സെക്കൻഡ് പേഴ്സൺ. ഈ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും അല്ലാത്തത് തേർഡ് പേഴ്സൺ. ഇങ്ങനെ 3 പേഴ്സൺ ഉണ്ട്. ഇത് നോക്കുക. ഐ അർത്ഥം നമുക്കറിയാം, ഞാൻ. അത് പ്ലൂറലായിട്ട് വരുമ്പോൾ വി, ഞങ്ങൾ. നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ളതിന് യു, പ്ലൂറൽ
വീണ്ടും യു തന്നെ. തേർഡ് പേഴ്സൺ മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ അവൻ, അവൾ, അത്, ഹി, ഷീ, ഇറ്റ്, ദേ, അത് പ്ലൂറലായിട്ട് വരുമ്പോൾ ദേ. അപ്പോൾ 3 പേഴ്സണുണ്ട്. ഫസ്റ്റ് പേഴ്സൺ പറയുന്നയാൾ, സെക്കൻഡ് പേഴ്സൺ നേരെ കേൾക്കുന്നയാൾ, തേർഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും അല്ലാത്തത്. ഇവയാണ് ഇംഗ്ലീഷിലുള്ള പേഴ്സണൽ പ്രോനൗൺസ്. ഈ പേഴ്സണൽ പ്രോനൗൺസിലെ സബ്ജക്റ്റീവ് കേസാണ് ക്വസ്റ്റ്യൻ ടാഗ്സിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഓക്സിലറി വെർബുകളെക്കുറിച്ച് നോക്കാം. ഒരു സെൻറ്റൻസിൽ വെർബിന് 2 ഭാഗങ്ങൾ കാണും, ഓക്സിലറി വെർബും മെയിൻ വെർബും. ഓക്സിലറി വെർബുകൾ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഓക്സിലറികളും മോഡൽ ഓക്സിലറികളും. പ്രൈമറി ഓക്സിലറികളുടെ പ്രത്യേകത, പ്രൈമറി ഓക്സിലറികളായ പ്രൈമറി ഓക്സിലറി 3 എണ്ണമാണുള്ളത്. ബി, ഡു, ഹാവ്. ബിയുടെ പല രൂപങ്ങളാണ്, പ്രസൻറ്റ് രൂപങ്ങളാണ് ഈസ്, ആം, ആർ. അതിൻ്റെ പാസ്റ്റ് രൂപമാണ് വാസ്, വെയർ. അതുപോലെ ഡൂവിൻ്റെ പ്രസൻറ്റ് രൂപങ്ങളാണ് 2 എണ്ണം, സിംഗുലറും പ്ലൂറലും, ഡസും ഡൂവും. പാസ്റ്റ് രൂപം ഡിഡ്. പ്രൈമറി ഓക്സിലറികൾ എന്ന കാറ്റഗറിയുടെ പ്രത്യേകത, ഇത് ഓക്സിലറി സഹായകക്രിയയായിട്ടും അതോടൊപ്പം തന്നെ മെയിൻ വെർബായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതായത് പ്രൈമറി ഓക്സിലറികൾക്ക് സ്വന്തമായിട്ട് അർത്ഥമുണ്ട്. അതേസമയം മോഡൽ ഓക്സിലറികൾ അവയ്ക്ക് സ്വന്തമായിട്ട് അർത്ഥമില്ല. അത് മറ്റൊരു മെയിൻ വെർബിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലാക്കുക, ഓക്സിലറികൾ 2 കാറ്റഗറി ഉണ്ട്. പ്രൈമറി ഓക്സിലറികൾ സ്വന്തമായ അർത്ഥമുള്ളവയാണ്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വീണ്ടും ഒന്നുകൂടെ നോക്കുക, നമ്മുടെ പഴയ ഉദാഹരണം ഒന്ന് നോക്കുക. ഇറ്റ് വാസ് ആൻ ഇൻട്രസ്റ്റിംഗ് മൂവി, വാസൻറ്റ് ഇറ്റ്. അതിൻ്റെ അത് വാസ് എന്നുള്ള ഓക്സിലറി ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടാമത്തിൽ ഈസ് ഉപയോഗിച്ചിരിക്കുന്നു. മൂന്നാമത്തിൽ വീണ്ടും ആർ ഉപയോഗിച്ചിരിക്കുന്നു. ഈ സെൻറ്റൻസുകൾ നോക്കുക. ദ പ്രസിഡൻറ്റ് ഈസ് അറ്റൻഡിങ് എ മീറ്റിംഗ്. ദ പ്രസിഡൻ്റ് ആണ് സബ്ജക്റ്റ്, ഈസ് അറ്റൻഡിങ് ആണ് വെർബ്. അറ്റൻഡിങ് മെയിൻ വെർബും ഈസ് ഓക്സിലറി വെർബും. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഷീ കുഡിൻ റീച്ച് ദർ ഇൻ ടൈം. ഷീ സബ്ജക്റ്റ്, കുഡിൻ റീച്ച് ആണ് വെർബ്. നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് നോട്ട് ഇൻറ്റ് വന്നിരിക്കുന്നത്. ഇവിടെ കുഡ് എന്ന ഓക്സിലറി വെർബും റീച്ച് എന്ന മെയിൻ വെർബും ഉണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം, എല്ലാ സെൻറ്റൻസുകളിലും ഓക്സിലറി വെർബും ഉണ്ട്, ഓക്സിലറി വെർബ് ഉണ്ട് എന്നുള്ള കാര്യം. നാലാമത്തെ സെൻറ്റൻസ് നോക്കുക. ദ കോഫി ഈസ് വെരി ഹോട്ട്. ഇവിടെ ദ കോഫിയാണ് സബ്ജക്റ്റ്, ഈസാണ് വെർബ്. ഇവിടെ വെർബായിട്ട് ഈസ് മാത്രമേ ഉള്ളൂ. ബാക്കി 3 സെൻറ്റൻസുകളിലും ഓക്സിലറി വെർബും മെയിൻ വെർബും ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഈസ് യഥാർത്ഥത്തിൽ മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി ഓക്സിലറികൾക്ക് മെയിൻ വെർബായിട്ട് നിൽക്കാം. അതിൽ തന്നെ ഒരു പ്രത്യേകത കൂടി ഓർക്കുക, ബിയുടെ രൂപങ്ങൾക്ക് വേറൊരു ഓക്സിലറി വെർബിൻ്റെ സഹായം ആവശ്യമില്ല, പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കാം. അങ്ങനെയുള്ളൊരു സെൻറ്റൻസാണ് നാലാമത്തേത്. ദ കോഫി ഈസ് വെരി ഹോട്ട്. ഈസ് മാത്രമാണ്, അതിനൊരു സഹായക്രിയയുടെ ആവശ്യമില്ല. ഈ 3 സെൻറ്റൻസുകളിൽ അറ്റൻഡിങ്, റീച്ച്, സ്റ്റോപ്ഡ് തുടങ്ങിയവയുടെ കൂടെ സഹായക്രിയ ഉണ്ട്. അതുപോലെ ഡൂവിൻ്റെ ഹാവിൻ്റെ രൂപങ്ങൾ ഉപയോഗിച്ചാൽ അവയ്ക്കും സഹായക്രിയ ആവശ്യമാണ്. എന്നാൽ ഈസ്, ആം, ആർ, വാസ്, വെയർ എന്നിവയ്ക്ക് ആവശ്യമില്ല. താഴെയുള്ള ഉദാഹരണങ്ങൾ നോക്കുക. 5ാമത്തെ സെൻറ്റൻസ്, ഹീ ക്ലൈംഡ് ഓൾ ദ സ്റ്റെയർസ് എഫേർട്ട്ലെസ്ലി. യാതൊരു പ്രയാസവും കൂടാതെ അയാൾ എല്ലാ പടികളും കയറി. ഇവിടെ ഹീ, അയാളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹീ ആണ് സബ്ജക്റ്റ്, വെർബ് ക്ലൈംഡ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ ക്ലൈംഡ് എന്ന മെയിൻ വെർബേ മാത്രമേ അവിടെ ഉള്ളൂ, ഓക്സിലറി വെർബില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞു എല്ലാ സെൻറ്റൻസുകളിലും ഓക്സിലറി വെർബ് ഉണ്ടെന്നുള്ളത്. ഈ 5ാമത്തെ സെൻറ്റൻസിലും ഓക്സിലറി വെർബ് ഉണ്ട്, പക്ഷേ അതിവിടെ ഹിഡൻ ആയിട്ടിരിക്കുകയാണ്, മറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണെന്ന് ചോദിച്ചാൽ ഡൂവിൻ്റെ രൂപങ്ങളായ ഡസ്, ഡു, ഡിഡ് എന്നിവയാണ്. ഈ സെൻറ്റൻസിലെ ക്ലൈംഡ് എന്ന വെർബിൽ മറഞ്ഞിരിക്കുന്ന ഏതാണ്? അതിന് നമുക്ക് ക്ലൈംബ് എന്ന വെർബിൻ്റെ പല രൂപങ്ങൾ നോക്കുക. ക്ലൈംബിൻ്റെ വിവിധ രൂപങ്ങൾ V1, V2, V3, ക്ലൈംബ്, ക്ലൈംസ്, ക്ലൈംഡ് എന്നിവയാണ്. ഇവിടെ ക്ലൈംബ് ആണെങ്കിൽ മറഞ്ഞിരിക്കുന്നത് ഡു ആയിരിക്കും. ക്ലൈംബ് എന്നുള്ളത് ഡു പ്ലസ് ക്ലൈംബാണ്. ക്ലൈംസ് ആണെങ്കിലോ അവിടെ മറഞ്ഞിരിക്കുന്നത് ഡസ് ആണ്. ഡസ് പ്ലസ് ക്ലൈംബാണ് ക്ലൈംസ്. ക്ലൈംഡ് ആയിരുന്നെങ്കിലോ ഡിഡ്. പാസ്റ്റ് രൂപമാണെങ്കിൽ ഡിഡ് പ്ലസ് ക്ലൈംബ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡു പ്ലസ് ക്ലൈംബാണ്. ഡു പ്ലസ് ക്ലൈംബ് ഇവിടെ രണ്ടാമത്തതിൽ നോക്കുക, ഡസ് പ്ലസ് ക്ലൈംബാണ്. ഡസ് പ്ലസ് ക്ലൈംസ് ഒരിക്കലും വരികയില്ല. ഡസ് പ്ലസ് ക്ലൈംബ് എന്ന് പറയുന്നതാണ് ക്ലൈംസ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, 5ാമത്തെ സെൻറ്റൻസിൽ അവിടെ ഓക്സിലറി വെർബ് ഇല്ല എങ്കിലും യഥാർത്ഥത്തിലുണ്ട്, അതവിടെ ഹിഡൻ ആയിട്ടിരിക്കുകയാണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കും, അതിനെ പുറത്തേക്ക് കൊണ്ടുവരാതെ പറ്റില്ല. ഓക്കെ, അങ്ങനെ തൽക്കാലം അത്രയും മനസ്സിലാക്കുക. 6ാമത്തെ സെൻറ്റൻസ്,
ചിൽഡ്രൻ ലൈക്ക് സ്വീറ്റ്സ്. ഇവിടെ ചിൽഡ്രൻ സബ്ജക്റ്റ്, ലൈക്ക് വെർബാണ്. ഇവിടെയും ഓക്സിലറി വെർബില്ല. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഡസ്സോ ഡുവോ ഡിഡോ ആണ് അവിടെ ഒളിച്ചിരിക്കുന്നത്. ലൈക്കിൻ്റെ വിവിധ രൂപങ്ങൾ നമുക്കറിയാം. ലൈക്ക്, ലൈക്സ്, ലൈക്ഡ്. ഇവിടെ ലൈക്കാണ്. ആറാമത്തെ സെൻറ്റൻസിൽ ലൈക്ക് ആയതുകൊണ്ട് അവിടെ ഹിഡൻ ആയിട്ടിരിക്കുന്നത് ഏതാണെന്ന് നിങ്ങൾക്കിപ്പോൾ സംശയമൊന്നുമില്ല. ഡുവോ, ഡസ്, ഡെഡ് ഇതിൽ ഏതാണ്? ഡു ആണ്. ഏഴാമത്തെ സെൻറ്റൻസ് യാതൊരു സംശയവുമില്ല, കംസ്. അപ്പോൾ ഡസ് ആയിരിക്കും. എസ് ഉള്ള ഫോം ഉള്ളതാണെങ്കിൽ ഡസ് ആയിരിക്കും. കം, കംസ്, കെയിം. ഏഴാമത്തെ സെൻറ്റൻസിൽ കംസ് ആയതുകൊണ്ട് ഡസ്, ഡസ് പ്ലസ് കം. എക്സാം വാസ് വെരി ടഫ്. ഇത് ഈസ്, ആം, ആർ, വാസ്, വേർ എന്നിവയിൽ ഒരെണ്ണമാണ്. അതിന് പ്രത്യേകിച്ച് ഓക്സിലറി വെർബ് വേറെ വേണ്ട, സ്വന്തമായിട്ട് നിൽക്കാം. എന്നാൽ ഒൻപതാമത്തെ സെൻറ്റൻസ് നോക്കുക. ദ ബസ് ഹാസ് 2 doors. ഈ ഓക്സിലറി വെർബാണ് ഇവിടെ മെയിൻ വെർബായിട്ട് വന്നിരിക്കുന്നത്. ഹാസ് ആണ് മെയിൻ വെർബ്. ഇവിടെ പക്ഷേ ഹിഡൻ ആയിട്ട് ഡു, ഡസ്, ഡിഡ് ഇവയിൽ ഒരെണ്ണതുണ്ട്. ഹാസ് ആണെങ്കിൽ ഡസ്, ഹാവ് ആണെങ്കിൽ ഡു, ഹാഡ് ആണെങ്കിൽ ഡിഡ്. ഹാസ് ആകുമ്പോൾ ഇവിടെ മറഞ്ഞിരിക്കുന്ന ഓക്സിലറി വെർബ് ഡസ് ആണ്. അപ്പോൾ ഓക്സിലറി വെർബുകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. എല്ലാ സെൻറ്റൻസിലും ഓക്സിലറി വെർബ് ഉണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാം. 2 ടെൻസുകളിൽ ഓക്സിലറി വെർബുകൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ അത് മറഞ്ഞിരിക്കും. അങ്ങനെ മറഞ്ഞിരിക്കുന്നത് ഡസ്, ഡു, ഡിഡ് എന്നിവയിൽ ഒരെണ്ണമായിരിക്കും. ഒന്നുകൂടി തന്നിരിക്കുന്ന ടാഗ് ക്വസ്റ്റ്യൻസ് നോക്കുക. ഇറ്റ് വാസ് ആൻ ഇൻട്രസ്റ്റിംഗ് മൂവി. സ്റ്റേറ്റ്മെൻറ്റ് അവിടെയുണ്ട്. വാസൻറ്റ് ഇറ്റ് ടാഗാണ്. ഇറ്റ് ഈസ് ഹരീസ് പെൻ, ഈസൻറ്റ് ഇറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടാമത്തേതും ഇറ്റ് ഈസ് ഹരീസ് പെൻ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. മൂന്നാമത്തെ നോക്കുക. ദേ ആർ നോട്ട് റെഡി. അത് നോട്ട് ചേർന്ന് അവൾ റെഡി അല്ല, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണൊരു സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണ് എന്ന് കണ്ടെത്തുന്നത് എന്ന് നോക്കാം. 5 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ദ ബസ് ഈസ് ലേറ്റ് ടുഡേ. അവിടെ ബസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബസ്സാണ് സബ്ജക്റ്റ്, ഈസ് മാത്രമാണ് വെർബ്. ബസ് എന്ന് താമസിച്ചാണ്. അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ, ബസ് ഇന്ന് നേരത്തെ ആണെന്നല്ല, ബസ് ഇന്ന് താമസിച്ചല്ല എന്നാക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. നോട്ട് എന്ന വാക്ക് കൂട്ടിച്ചേർക്കുകയാണ്. എവിടെയാണ് ഈ നോട്ട് കൂട്ടിച്ചേർക്കുന്നത്? നോട്ട് കൂട്ടിച്ചേർക്കുന്നത് ഈസ് എന്ന ഓക്സിലറി വെർബിനോടാണ് നോട്ട് കൂട്ടിച്ചേർക്കേണ്ടത്. ദ ബസ് ഈസ് നോട്ട് ലേറ്റ് ടുഡേ. ഈസ് നോട്ട് നമ്മൾ ചുരുക്കി എഴുതാറുണ്ട്. അതെങ്ങനെയാണ്? ഈസിൻറ്റ്. ദ ബസ് ഈസ് ഇൻ ലേറ്റ് ടുഡേ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേത് നോക്കുക. അവർ എക്സാം വിൽ ബിഗിൻ നെക്സ്റ്റ് വീക്ക്. എക്സാം സബ്ജക്റ്റ് വിൽ ബിഗിൻ ആണ് വെർബ്. അടുത്തയാഴ്ച തുടങ്ങില്ല, ഞങ്ങളുടെ പരീക്ഷ അടുത്തയാഴ്ച തുടങ്ങില്ല എന്നാക്കേണ്ടതെങ്കിൽ നമ്മൾ നോട്ട് കൂട്ടിച്ചേർക്കേണ്ടത് വില്ലിനോടൊപ്പമാണ്. അവർ എക്സാം വിൽ നോട്ട് ബിഗിൻ നെക്സ്റ്റ് വീക്ക്. വിൽ നോട്ട് ചുരുക്കി എഴുതിയാൽ കൺട്രാക്റ്റഡ് ഫോം വോണ്ടാണ്. ദ മാനേജർ ഹാസ് എഗ്രീഡ് ടു ഡു ഇറ്റ്. ഹാസിൻ്റെ കൂടെ നോട്ട് കൂട്ടിച്ചേർക്കണം. ബാക്കിയുള്ളതെല്ലാം നോക്കുക. ദ മാനേജർ ഹാസ് നോട്ട് എഗ്രീഡ്. ദേ ആർ നോട്ട്, ആറിൻ്റെ കൂടെ നോട്ട് കൂട്ടിച്ചേർക്കുന്നു. അതിൻ്റെ എല്ലാം കൺട്രാക്റ്റഡ് ഫോമും അറിയായിരിക്കണം. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നോട്ട് കൂട്ടിച്ചേർക്കുന്നത് ഓക്സിലറി വെർബിനോടൊപ്പമാണ്. ഇനി താഴെയുള്ള സെൻറ്റൻസുകൾ നോക്കുക. 6ാമത്തെ സെൻറ്റൻസ് ഷീ ലൈക്സ് കോഫി. നെഗറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ നോട്ട് കൂട്ടിച്ചേർക്കണം. നോട്ട് കൂട്ടിച്ചേർക്കേണ്ടത് എന്തിനോടാണ്? ഓക്സിലറി വെർബിനോടാണ്. 6ാമത്തെ സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ല. പക്ഷേ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടു ഇവിടെ ഹിഡൻ ആയിട്ടിരിപ്പുണ്ട്. ഏതായിരിക്കും ഹിഡൻ ആയിട്ടിരിക്കുന്നത്? ഡസ്, ഡു, ഡിഡ് ഇവയിലൊന്ന്. ലൈക്സ് ആയതുകൊണ്ട് ഉറപ്പാണ് ഡസ് ആണ് അവിടെ ഹിഡൻ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ലൈക്സ് എന്നുള്ളതിനെ നമുക്ക് ഡസ് ലൈക്ക് എന്ന് പറയാം. ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഡസ് ലൈക്സ് അല്ല, എസ് ഇവിടെ വേണ്ട. ഡസ് ലൈക്ക് ഇത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ 7ാമത്തെ സെൻറ്റൻസ് ദേ ലൈക്ക് കോഫി. അവിടെ ഹിഡൻ ആയിട്ടിരിക്കുന്നത് ഏതായിരിക്കും? ഡു ആണ്. ഡു പ്ലസ് ലൈക്ക് ആണ്. 3ാമത്തെ രൂപം ലൈക്ഡ് ആണ്. അവിടെ ഡിഡ് ആയിരിക്കും. 9ാമത്തെ സെൻറ്റൻസ് നോക്കുക. വി ഹാവ് ഇനഫ് മണി ടു ബൈ ഇറ്റ്. ഇവിടെ ഹാവ് എന്ന ഓക്സിലറി വെർബ് ആണെങ്കിലും അതിന് ഹാവ് ഇവിടെ മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനൊരു ഓക്സിലറിയുടെ സഹായം ആവശ്യമുണ്ട്. ഹാവ് ആണെങ്കിൽ ഡു, ഹാസ് ആയിരുന്നെങ്കിൽ ഡസ്, ഹാഡ് ആയിരുന്നെങ്കിൽ ഡിഡ്. അപ്പോൾ ഇവിടെ വി ഹാവ് ഇനഫ് മണി ടു ബൈ ഇറ്റ് എന്നുള്ള ഹാവിന് ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. അത് ഡു ആണ്. ഹി ഹാസ് ഇനഫ് മണി ടു ബൈ ഇറ്റ്. ഇവിടെ ഹാസ് ആണ്. ഹിഡൻ ആയിട്ടിരിക്കുന്നത് ഉറപ്പാണ് ഡസ് ആയിരിക്കും. ഹി ഡിഡ് ഇറ്റ് ഹിംസെൽഫ്. ഇവിടെ ഹിഡൻ ആയിട്ടിരിക്കുന്നത് ഡിഡ് ആയിരിക്കും. ഡിഡ് പ്ലസ് ഡു ആണ്. ഡിഡ് പ്ലസ് ഡിഡ് അല്ല, ഡിഡ് പ്ലസ് ഡു. ഇവിടെ ഡസ് പ്ലസ് ഹാസ് അല്ല, ഡസ് പ്ലസ് ഹാവ്. അതിൻ്റെ ബേസ് ഫോമാണ് ഡസിൻ്റെ കൂടെയും ഡൂവിൻ്റെ കൂടെയും ഡിഡിൻ്റെ കൂടെയും ഉപയോഗിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഇവയുടെ നെഗറ്റീവ് എന്തായിരിക്കും എന്ന് നോക്കുക. ഷീ ലൈക്സ് കോഫിയുടെ നെഗറ്റീവ് എന്തായിരിക്കും? ഷീ ഡസിൻറ്റ്, ഡസ് നോട്ടാണ്. ഡസിൻ്റെ കൂടെ നോട്ടോടെ കൂട്ടിച്ചേർക്കുന്നു. ഇവിടെ ഡസ് കൊണ്ടുവന്ന് ഷീ ഡസിൻറ്റ് ലൈക്ക് കോഫി. ഇവിടെ ദേ ലൈക്ക് കോഫി.
അവിടെ ഇതിലേക്ക് നോട്ട് കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് ഓക്സിലറി വെർബോടെ കൊണ്ടുവരണം. ദേ ഡു നോട്ട് ലൈക്ക് കോഫി. ബാക്കി ഉദാഹരണങ്ങൾ നോക്കി മനസ്സിലാക്കുക. 9 നോക്കുക. വി ഹാവ് ഇനഫ് മണി ടു ബൈ ഇറ്റ്. അവിടെ ഓക്സിലറി വെർബ് കൂട്ടിച്ചേർത്തിട്ട് വേണം നെഗറ്റീവ് ആക്കാൻ. വി ഡു നോട്ട് ഹാവ്, അത് തന്നെയാണ് വി ഡോണ്ട് ഹാവ് ഇനഫ് മണി ടു ബൈ ഇറ്റ്. ഹി ഹാസ് ഇനഫ് മണി ടു ബൈ ഇറ്റ്, അത് ഡസൻറ്റ് ഹാവ് ആകും. ഹി ഡസൻറ്റ് ഹാവ് ഇനഫ് മണി ടു ബൈ ഇറ്റ്. ഹി ഡിഡ് ഇറ്റ് ഹിംസെൽഫ്, അതിനെ ഡിഡിൻ ഡു ആക്കണം. ഡിഡ് ഡൂവിനെ നെഗറ്റീവ് ആക്കണം. ഹി ഡിഡിൻ ഡു ഇറ്റ് ഹിംസെൽഫ്. ഇങ്ങനെ നെഗറ്റീവ് ആക്കാനുള്ളതും നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സിനെ കുറിച്ച് നേരിട്ടല്ല പഠിച്ചത്. ക്വസ്റ്റ്യൻ ടാഗ്സിലെ ഘടകങ്ങളായ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. പോസിറ്റീവ് ഉണ്ടാകാം, നെഗറ്റീവ് ഉണ്ടാകാം. അതിൻ്റെ അകത്തെ ഘടകമായ പേഴ്സണൽ പ്രൊനൗൺസ്, ഇവിടെ ഇറ്റ്, 2 സെൻറ്റൻസിലും ഇവിടെ ഇറ്റാണ്. ഇതുപോലുള്ള പേഴ്സണൽ പ്രൊനൗൺസ് എന്താണെന്ന് മനസ്സിലാക്കി. കൂടാതെ ഓക്സിലറി വെർബുകൾ, അതിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം അടിസ്ഥാനമായിട്ടുള്ള അറിവുകളാണ്. ഇത് നമുക്ക് എപ്പോഴും വേണ്ടതാണ്. ഇത് നന്നായി പഠിച്ചിട്ടല്ലാതെ മുന്നോട്ട് പോകരുത്. ക്വസ്റ്റ്യൻ ടാഗ്സിന് വേണ്ടി മാത്രമല്ല, ഗ്രാമർ ഭാഗം എല്ലാത്തിനും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ്സ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക. പരീക്ഷയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ്സ് ചെയ്യാൻ വരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ്സിലെ സ്റ്റേറ്റ്മെൻറ്റ് ഭാഗം മാത്രം തരും. ബാക്കി പൂരിപ്പിക്കാനായിരിക്കും വരുന്നത്. കൃത്യമായി തെറ്റാതെ പൂരിപ്പിക്കുക. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുക. അതിനായിട്ടുള്ള കാര്യങ്ങൾ ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സിനെ കുറിച്ച് യഥാർത്ഥത്തിൽ പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ ടാഗ്സിന് 2 ഭാഗമുണ്ടെന്ന് നമുക്കറിയാം. ഒന്നാമത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് സ്റ്റേറ്റ്മെൻറ്റും ടാഗും. സോ ക്വസ്റ്റ്യൻ ടാഗ് ഹാസ് ഗോട്ട് 2 പാർട്സ്. 2 ഭാഗങ്ങളുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ടാഗ് ക്വസ്റ്റ്യൻ. ടാഗിൻ്റെ അകത്ത് എന്താണുള്ളത്? ഒരു ഓക്സിലറി വെർബും ഒരു പ്രോനൗണും. വാസ് എന്ന ഓക്സിലറി വെർബും ഇറ്റ് എന്ന പ്രോനൗണും. ഒന്നാമത് അത് മനസ്സിലാക്കുക. രണ്ടാമത്തെ സെൻറ്റൻസിൽ നോക്കുക. ഇറ്റ് ഈസ് ഹരീസ് പെൻ. ടാഗിൻ്റെ അകത്തുള്ളത് ഈസ് എന്ന ഓക്സിലറി വെർബും ഇറ്റ് എന്ന പ്രോനൗണുമാണ്. രണ്ടാമത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇവിടെ നോക്കുക. ഹി ഹാസ് അറൈവ്ഡ്. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഹി ഹാസ് അറൈവ്ഡ്. 4ാമത്തെ സെൻറ്റൻസ് ഹി ഹാസിൻ്റ് അറൈവ്ഡ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ 3ാമത്തതിൽ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. 4ാമത്തതിൽ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് എങ്കിൽ ടാഗ് നെഗറ്റീവ്, സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് എങ്കിൽ ടാഗ് പോസിറ്റീവ്. അടുത്തത് നോക്കുക. 5ാമത്തതിൽ ഹി ഹാസ് സ്റ്റോപ്ഡ് ക്രൈയിങ്. 6ാമത്തത് ദേ ഹാവ് സ്റ്റോപ്ഡ് ക്രൈയിങ്. ഇവിടെ 1ാമത്തതിലെ 5ാമത്തെ സെൻറ്റൻസിലെ ഓക്സിലറി വെർബ് ഹാസ് ആണ്. 6ാമത്തതിൽ ഹാവ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ്സിൽ, ടാഗ് ക്വസ്റ്റ്യൻസിൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഓക്സിലറി വെർബ് ഉപയോഗിച്ചാണ് ടാഗ് തുടങ്ങേണ്ടത്. 3ാമത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണ്. ബിഗിൻ വിത്ത് ദ സെയിം ഓക്സിലറി വെർബ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് ഓക്സിലറി വെർബാണോ അത് ഉപയോഗിച്ച്. ഹി ഹാസ് സ്റ്റോപ്ഡ് ക്രൈയിങ്, അത് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെയും പോസിറ്റീവാണ്. ദേ ഹാവ് സ്റ്റോപ്ഡ് ക്രൈയിങ്, ഹാവിൻറ്റ് ദേ. 7ാമത്തെ സെൻറ്റൻസ് ദ മിനിസ്റ്റർ വിൽ കം. അതിൻ്റെ ടാഗ് എന്തായിരിക്കും? വോണ്ട് ദ മിനിസ്റ്റർ ആണോ വോണ്ട് ഹി ആണോ? അവിടെ വീണ്ടും ഓർക്കേണ്ടത്, ടാഗ് ക്വസ്റ്റനിൽ ഒരിക്കലും സബ്ജക്റ്റ് അതേപടി ഉപയോഗിക്കില്ല. അതിന് അനുയോജ്യമായ പ്രോനൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. ദ മിനിസ്റ്റർ എന്നുള്ളതിന് ചേരുന്ന പ്രോനൗണായ ഹി വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ദ മിനിസ്റ്റർ വിൽ കം എന്നുള്ളത് വോണ്ട് ഹി എന്നുള്ളതായിരിക്കും. അനുയോജ്യമായ പ്രോനൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി 8, 9, 10 എന്നീ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കുക. ഇവിടെ ഓക്സിലറി വെർബുകൾ ഇല്ല. അങ്ങനെ വരുമ്പോൾ അവിടെ ഹിഡൻ ആയിട്ടിരിക്കുന്ന ഓക്സിലറി വെർബുകൾ ഏതാണെന്ന് നമുക്കറിയാം. ലൈക്ക് ആകുമ്പോഴത്തേക്കും അവിടെ ഹിഡൻ ആയിട്ടിരിക്കുന്നത് ഡു, ഡസ്, ഡിഡ് ഇവയിൽ ഏതായിരിക്കും? ഡു ആയിരിക്കും. ദ മാനേജർ കോൺടാക്റ്റഡ് യു. പാസ്റ്റ് ടെൻസ് ആണ്, കോൺടാക്റ്റഡ് ആണ്. അപ്പോൾ അവിടെ ഹിഡൻ ആയിട്ടിരിക്കുന്നത് ഡിഡ് ആയിരിക്കും. യു ഹാവ് 2 ബ്രദേഴ്സ്. ഹാവ് ആകുമ്പം ഡു. ഹാസ് ആയിരുന്നെങ്കിൽ ഡസ് ആയിരുന്നേനെ, ഹാഡ് ആയിരുന്നെങ്കിൽ ഡിഡ് ആയിരുന്നേനെ. അപ്പോൾ അതുപയോഗിച്ചാണ്. യു ലൈക്ക് കോഫി എന്നുള്ളത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് ലൈക്കിന് ചേർന്ന ഓക്സിലറി വെർബ് ഉപയോഗിച്ച് ഡോണ്ട് യു. മാനേജർ കോൺടാക്റ്റഡ് യു. ഡിഡിൻറ്റ് മാനേജർക്ക് പകരം അതിന് അനുയോജ്യമായ പ്രോനൗൺ ഹി. യു ഹാവ് 2 ബ്രദേഴ്സ്. ഹാവിന് ഹിഡൻ ആയിട്ടിരിക്കുന്ന ഓക്സിലറി വെർബ് ഡു ആണ്. ഡോണ്ട് യു. ഇനി ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ദേ ഹാവ് ഡൺ ദെയർ ജോബ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാം.
സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കുക. പോസിറ്റീവാണ്, അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. രണ്ടാമത് നോക്കേണ്ട കാര്യം ഓക്സിലറി വെർബ് കണ്ടെത്തുക. ഹാവ് ഡൺ ആണ് വെർബ്, ഹാവ് അവിടെ ഓക്സിലറി ഉണ്ട്. അപ്പോൾ ഹാവിൻ്റെ നെഗറ്റീവാണ് വേണ്ടത്. ഉറപ്പാണ് ഹാവിൻറ്റ് ദേ ആയിരിക്കും അതിൻ്റെ ടാഗ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേ സ്റ്റാർട്ടഡ് ദ മീറ്റിംഗ് അറ്റ് 3 o'clock. അവർ 3 മണിക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നോക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, അപ്പോൾ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ നോക്കേണ്ടത് ഓക്സിലറി വെർബ് കണ്ടെത്തുക. ഇവിടെ ദേ സബ്ജക്റ്റ്, സ്റ്റാർട്ടഡ് ആണ് വെർബ്, ഓക്സിലറി വെർബ് ഇല്ല. അപ്പോൾ ഉറപ്പാണ് ഹിഡൻ ആയിട്ടിരിപ്പുണ്ട്. സ്റ്റാർട്ടഡ് ആയതുകൊണ്ട് ഡിഡ് ആണ്. അപ്പോൾ ഡിഡിൻ്റെ നെഗറ്റീവായ ഡിഡിൻറ്റ് ചേർത്ത് ഡിഡിൻറ്റ് ദേ ആയിരിക്കും ശരിയായ ഉത്തരം. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ഉത്തരം തനിയെ കണ്ടെത്തി ഏതാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഉത്തരം കണ്ടെത്തി എന്ന് വിചാരിക്കുന്നു. ഇനി ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ച് ചെയ്താൽ എല്ലാം ശരിയാക്കാവുന്നതേ ഉള്ളൂ. എല്ലാം തന്നെ ശരിയാണെന്ന് കരുതുന്നു. ഇനിയുള്ളത് ക്വസ്റ്റ്യൻ ടാഗ്സിലെ ചില സ്പെഷ്യൽ കേസസ്, നമ്മൾ പറഞ്ഞതിൽ നിന്ന് ചെറിയ വ്യത്യാസമുള്ളത്. അതിലൊന്നാമത്തേത് അയാം എന്നതുകൊണ്ട് തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ്. അയാമിൻ്റെ ടാഗ് എപ്പോഴും ആറിൻ്റെ ആണ്, ആമിൻ്റെ അല്ല. ആമിൻ്റെ എന്നുള്ളൊരു പ്രയോഗം ഇംഗ്ലീഷിലില്ല. അപ്പോൾ അയാമിൻ്റേത് ആമിൻ്റെ ആണ്. പക്ഷേ അയാം നോട്ടിന് പ്രശ്നമില്ല, ആം ഐ തന്നെയാണ്. ഉദാഹരണങ്ങൾ നോക്കുക. ഐ എം എ ലിറ്റിൽ ലേറ്റ്, ആമിൻ്റെ അല്ല ആറിൻ്റെ. ബാക്കി ഉദാഹരണങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഐ എം നോട്ട് ലേറ്റ്, അത് പ്രശ്നമില്ല, ആം ഐ. ഐ എം യുവർ ടീച്ചർ, ആറിൻ്റെ. അയാമിൻ്റേത് ആറിൻ്റെ ആണ്. ഒന്നാമത്തെ സ്പെഷ്യൽ കേസ് അതാണ്. അയാമിൻ്റെ എപ്പോഴും ആമിൻ്റെ അല്ല, ആമാണ് ഓക്സിലറി വെർബെങ്കിലും ആമിൻ്റെ പ്രയോഗമില്ല, ആറിൻ്റെ ആയിരിക്കണം. രണ്ടാമത്തെ സ്പെഷ്യൽ കേസായിട്ട് വരുന്നത് ലെറ്റസിൻ്റെ എപ്പോഴും ഷാൽവി ആയിരിക്കും. നമുക്കത് ചെയ്യാം, ആ ഒരർത്ഥത്തിലാണ്. ഉദാഹരണങ്ങൾ നോക്കുക. ലെറ്റസ് ആസ്ക് ഹിം, ലെറ്റസ് ആണെങ്കിൽ ഷാൽവിയാണ്, ഉറപ്പാണ്, നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്പെഷ്യൽ കേസായിട്ട് വരുന്നത് ഇമ്പരേറ്റീവ് സെൻറ്റൻസസ് ആണ്. നിങ്ങൾക്കറിയാം സെൻറ്റൻസുകൾ 4 തരമുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ്, ക്വസ്റ്റ്യൻസ് അഥവാ ഇൻ്ററോഗേറ്റീവ്, അതുപോലെ ഇമ്പരേറ്റീവ്. ഇമ്പരേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആജ്ഞകളും നിർദ്ദേശങ്ങളും ഉപദേശം തുടങ്ങിയവയൊക്കെയാണ്. കുട്ടികളായിട്ടുള്ള നിങ്ങൾ സ്കൂളിൽ നിന്നും മാതാപിതാക്കളുടെ മുതിർന്നവരുടെ അടുത്തുനിന്ന് ധാരാളം ഇതുപോലുള്ള സെൻറ്റൻസുകൾ കേൾക്കുന്നതാണ്. എന്താണെങ്കിലും ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ മറ്റൊരു പ്രത്യേകത അറിയാം, നേരിട്ടാണ് പറയുന്നത്, എഴുതി വെക്കുന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിൻ്റെ സബ്ജക്റ്റ് പറയാറില്ല. സബ്ജക്റ്റ് എപ്പോഴും യു ആയിരിക്കും. യു പറയാറില്ല, നേരെ വെർബ് കൊണ്ടാണ് തുടങ്ങുന്നത്. ഡോൺ ടോക്ക് എന്ന് പറയാറുണ്ട്, യു ഡോൺ ടോക്ക് എന്ന് പറയാം, എങ്കിലും പറയേണ്ട ആവശ്യമില്ല. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ഇച്ചിരി കർശനമായി നിർബന്ധമായിട്ട് ചെയ്യാനല്ല, ദേഷ്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ വിൽ യു, അല്ലാത്തവ വോണ്ട് യു. ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് ഒന്നുകിൽ വിൽ യു ആയിരിക്കും, അല്ല എങ്കിൽ വോണ്ട് യു ആയിരിക്കും. അതിൻ്റെ നിബന്ധന ദേഷ്യത്തിലൊക്കെ പറയുമ്പോൾ വിൽ യു. സെൻറ്റൻസുകൾ നോക്കുക. ഉദാഹരണം നോക്കുക. ഗിവ് മീ സം വാട്ടർ, വോണ്ട് യു. കുറച്ച് വെള്ളം തരില്ലേ? അപ്പം സൗമ്യമായിട്ട് മര്യാദയ്ക്ക് പറയുന്നതായതുകൊണ്ട് വോണ്ട് യു ആണ് ചേരുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ നോക്കുക. ലിസൺ ടു വാട്ട് ഐ സേ, ഞാൻ പറയുന്നത് കേൾക്ക്. ദേഷ്യത്തിലാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ ടാഗ് വിൽ യു, നീ കേൾക്കില്ലേ എന്നുള്ള അർത്ഥത്തിൽ. 3, 4 നോക്കുക. രണ്ടും ടെൽ മീ തന്നെയാണ്. ദേഷ്യത്തിൽ പറയുമ്പോൾ അതിന് ടാഗായിട്ട് വിൽ യു ഉപയോഗിക്കുക. സൗമ്യമായിട്ടാണെങ്കിൽ എന്നോട് പറയില്ലേ, അങ്ങനെയാണെങ്കിൽ ടെൽ മീ, വോണ്ട് യു. അത്രയുമേ അതിനകത്ത് നിയമമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ 3 സ്പെഷ്യൽ കേസസ് ഓർത്തിരിക്കുക. അയാമിൻ്റേത് എപ്പോഴും ആറിൻ്റെ ആണ്, ലെറ്റസിൻ്റേത് ഷാൽ വി, ഇമ്പരേറ്റീവ് സെൻറ്റൻസിന് വിൽ യു, വോണ്ട് യു. ഇനി ഒരു കാര്യം കൂടെ ഓർക്കേണ്ട കാര്യം, നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. നേരെ തിരിച്ചു നെഗറ്റീവ് ആണോ എന്നറിയാൻ വേണ്ടി നോട്ട് അല്ലെങ്കിൽ ഡോണ്ട്, ക്യാൻറ്റ് തുടങ്ങിയ നോട്ടിൻ്റെ കൺട്രാക്റ്റഡ് രൂപം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നെഗറ്റീവ് ആക്കുന്ന ചില വാക്കുകളാണ് ഇവിടെ ചുവന്ന അക്ഷരത്തിൽ പൊക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, നത്തിങ്, നൺ, നോബഡി, ഇല്ല എന്നുള്ള അർത്ഥം തന്നെയാണ് അത് വരുന്നത്. ഈ വാക്കുകൾ സ്റ്റേറ്റ്മെൻറ്റ്സിലുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റ്സ് നെഗറ്റീവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഉദാഹരണങ്ങൾ നോക്കുക. ഹി നെവർ കംസ് ഇൻ ടൈം, സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്, അതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം.
വെർബ് കംസ് ആണ്. ഓക്സിലറി വെർബ് ഇല്ലാത്തതുകൊണ്ട് കംസിൻ്റെ ഹിഡൻ ആയിട്ടിരിക്കുന്ന ഡസ് ഹി. സെക്കൻഡ് വൺ, ദർ ഈസ് നോബഡി ഇൻ ദ റൂം. അവിടെ നോബഡി ഉള്ളതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്, അതുകൊണ്ട് ടാഗ് പോസിറ്റീവ്, ഈസ് ദെയർ. ചുരുക്കി പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ്സ് ചെയ്യാൻ ഇനി പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നമുക്ക് നോക്കേണ്ടത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പം സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളതാണ്. താഴത്തെ നോക്കുക, ദേ ആർ ഇൻ റെഡി. അവിടെ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്, അതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഹീ ഈസ് റെഡി. അവിടെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഒന്നാമത് നോക്കേണ്ടത് അത് മാത്രം. 2, സ്റ്റേറ്റ്മെൻറ്റിനകത്തെ ഓക്സിലറി വെർബ് കണ്ടെത്തുക. ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ ഒന്നാമത്തേത് നോക്കുക, ആദ്യത്തേതിൽ ആർ അവിടെയുണ്ട്, രണ്ടാമത്തേതിൽ ഈസ് ഉണ്ട്, മൂന്നാമത്തേത് നോക്കുക ഓൾ ദ പീപ്പിൾ എൻറ്റേർഡ് ദ റൂം. ഇവിടെ ഓൾ ദ പീപ്പിൾ ആണ് സബ്ജക്റ്റ്, എൻറ്റേർഡ് മാത്രമാണ് വെർബ്. അവിടെ ഓക്സിലറി വെർബ് ഇല്ല, അതുകൊണ്ടത് ഹിഡൻ ആണെന്ന് നമുക്കറിയാം. ഹിഡൻ ആയിട്ടിരിക്കുന്ന ഏതായിരിക്കും? എൻറ്റേർഡ് ആയതുകൊണ്ട് ഡിഡ് ആയിരിക്കും. അപ്പോൾ അതുപയോഗിച്ച് വേണം തുടങ്ങാൻ. അപ്പോൾ ഓക്സിലറി വെർബ് കണ്ടെത്തുക രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അനുയോജ്യമായ പ്രോനൗൺ ഉപയോഗിക്കുക. മൂന്നാമത്തെ ഉദാഹരണത്തിൽ നോക്കുക, ഓൾ ദ പീപ്പിൾ. ഓൾ ദ പീപ്പിൾ ആണ് ഇവിടെ സബ്ജക്റ്റ്, അതിനനുയോജ്യമായ പ്രോനൗണായ ദേ ഉപയോഗിക്കണം. ഇനി ഒരു കാര്യം അവിടെ ഓർക്കാനുള്ളത് സ്പെഷ്യൽ കേസസ് ആണ്. അയാമാണെങ്കിൽ എപ്പോഴും ആറിൻ്റെ ആയിരിക്കും, ലെറ്റസിൻ്റെ ഷാൽ ബി ആയിരിക്കും, അതുപോലെ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് വിൽ യു, വോണ്ട് യു. ഈ 3 അല്ലെങ്കിൽ 4 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ ടാഗ്സ് ശരിയാക്കാനായിട്ട് നോക്കാനുള്ളൂ. ഉത്തരങ്ങൾ പെട്ടെന്ന് നോക്കുക. ദേ ആർ ഇൻ റെഡി ഏതാണെന്ന് നമുക്കറിയാം, ആർ ദേ. ഹീ ഈസ് റെഡി, ഈസിൻറ്റ് ഹീ. ഓൾ ദ പീപ്പിൾ എൻറ്റേർഡ് ദ റൂം, ഡിഡിൻ ദേ. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ടാഗ്സ്. ഈ 4 കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിരുന്നാൽ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗ്സ് ശരിയാക്കാൻ പറ്റും. പരീക്ഷയ്ക്ക് ഏതാണ്ട് ഉറപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, നന്നായി പഠിക്കുക. താങ്ക് യു.